السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد. സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ, പരിശുദ്ധ റമദാനിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പിൽ വന്നുപോയ പാളിച്ചകൾ, വീഴ്ചകൾ, കുറ്റങ്ങൾ, കുറവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തുനിന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രാർത്ഥന എന്ന വിഷയത്തെപ്പറ്റി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഏതൊരു ജോലിക്ക് വേണ്ടി പുറപ്പെടുമ്പോഴും ഏതൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴും
നമ്മുടെ മനസ്സിൽ അത് വിജയിക്കണം, അത് നേടണം, അത് കിട്ടണം, അത് ശരിയാവണം എന്നൊക്കെയുള്ള നമ്മുടെ മനസ്സിൻ്റെ മനോഭാവത്തെ, ആഗ്രഹത്തെ, തേട്ടത്തെ, അതിനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പരീക്ഷ നടക്കുന്ന കാലമാണ്. പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പഠിച്ച ഒരു വിദ്യാർത്ഥി എല്ലാ പാഠഭാഗങ്ങളും പഠിച്ചു. പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ആ വിദ്യാർത്ഥിയുടെ മനസ്സിലുണ്ടാവും, ഈ പരീക്ഷയിൽ ഞാൻ വിജയിക്കണം, ഈ പരീക്ഷയിൽ എനിക്ക് ഉയർന്ന മാർക്ക് ലഭിക്കണം. അങ്ങനെ ഉന്നതമായ വിജയ സോപാനങ്ങളിൽ എത്തിച്ചേരണമെന്നായിരിക്കും ആ വിദ്യാർത്ഥിയുടെ മനസ്സിലുള്ള ആഗ്രഹം. ഒരു കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കർഷകൻ വിത്തിറക്കുന്ന സമയത്ത്, കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കർഷകന്റെ മനസ്സിലുള്ള തേട്ടം ഇത് നല്ല രൂപത്തിൽ തഴച്ചു വളർന്ന് എനിക്കെന്റെ കൃഷിയിൽ അഭിവൃദ്ധിയും പുരോഗതിയും എല്ലാ അർത്ഥത്തിലും മെച്ചവും ഉണ്ടാവണമെന്ന് മനസ്സ് ആഗ്രഹിക്കുന്ന ആ ഒരവസ്ഥ, ആ മനോഭാവത്തിന് പറയുന്ന പേരാണ് സത്യത്തിൽ പ്രാർത്ഥന. ഇസ്ലാം പ്രാർത്ഥനയെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണമെന്നും ആ പ്രാർത്ഥന അല്ലാഹുവിനോടായിരിക്കണമെന്നും ഇസ്ലാം നിഷ്കർഷിക്കുന്നു. ആദ്യം ഒരാൾക്ക് വേണ്ടത് രക്ഷിതാവിലുള്ള, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ നിന്നാണ് പ്രാർത്ഥന ഉടലെടുക്കുന്നത്. എല്ലാം സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു വരുന്ന ഒരു രക്ഷിതാവിലുള്ള വിശ്വാസമില്ലെങ്കിൽ പ്രാർത്ഥനകൾക്ക് പ്രസക്തിയില്ല. നിരീശ്വരവാദികളായ ആളുകൾ, അല്ലാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാം സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന, എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി അത് നടത്തുന്ന ഒരു രക്ഷിതാവിനെ കുറിച്ചുള്ള വിശ്വാസം ഉണ്ടായിരിക്കുകയില്ല. നാടൊട്ടുക്കും അങ്ങനെയുള്ള ആളുകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇമാം ഇസ്ബഹാനി റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. യുക്തിവാദികളോട് വാദപ്രതിവാദം നടത്താൻ, നിരീശ്വരവാദികളോട് വാദപ്രതിവാദം നടത്താൻ തീരുമാനിച്ച ഒരു സന്ദർഭം. യുക്തിവാദിയായ ഒരാൾ പറഞ്ഞു, എല്ലാം സൃഷ്ടിച്ചത് ഞാൻ തന്നെയാണ്, സൃഷ്ടാവ് എന്നത് വേറെ ഒന്നില്ല. അങ്ങനെ സംസാരിച്ച ഒരു മനുഷ്യൻ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അതിനൊക്കെ എനിക്കും സാധിക്കും.
എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇമാം പണ്ഡിതൻ ആ നിരീശ്വരവാദിയോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത് എന്നൊന്ന് പറഞ്ഞു തരുമോ? അദ്ദേഹം പറഞ്ഞു, ഒരു കൂരയിൽ കുറച്ച് മണ്ണ് കൊണ്ടുവരിക, മണ്ണ് കൊണ്ടുവന്ന് മണ്ണ് നിറച്ച് അതിൽ കുറച്ച് മാംസവും കൂടി നിറക്കുക, മണ്ണും മാംസവും കൂടി മിക്സ് ചെയ്യുക. അദ്ദേഹം പറഞ്ഞ പോലെ ചെയ്ത് ആളുകൾക്ക് മുമ്പിൽ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, ഇനി നിങ്ങളത് തുറന്നു നോക്കുക. തുറന്നു നോക്കിയപ്പോൾ മണ്ണും മാംസവും രണ്ടും മിക്സ് ആയിട്ടുണ്ട്. ആ പൂജയിൽ ചെറിയ ചെറിയ പുഴുക്കൾ ജനിച്ചിരിക്കുന്നു. നിരീശ്വരവാദി പറഞ്ഞു, കണ്ടില്ലേ, ഞാനാണ് ജനിപ്പിക്കുന്നവൻ. ഈ പുഴുക്കളെ സൃഷ്ടിച്ചത് ആരാണ്? ഞാൻ തന്നെ. ഈ മണ്ണിൽ നിന്ന്, ഈ മാംസത്തിൽ നിന്ന് പുഴുക്കളെ ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കൂടിയ പണ്ഡിതന്മാരിൽ നിന്ന് ഒരാൾ ചോദിച്ചു, ഈ പുഴുക്കളുടെ കൂട്ടത്തിൽ നിങ്ങളൊന്ന് മാറി നിൽക്കണം, ഈ പുഴുക്കളുടെ കൂട്ടത്തിൽ ജീവനുള്ള എത്ര പുഴുക്കളുണ്ട്? അപ്പോൾ നിരീശ്വരവാദി നിശബ്ദനായി. ഈ പുഴുക്കളുടെ കൂട്ടത്തിൽ ആണുങ്ങൾ എത്രയുണ്ട്? അപ്പോഴും നിരീശ്വരവാദി നിശബ്ദനായി. നിങ്ങളല്ലേ പറഞ്ഞ്, നിങ്ങളാണ് സൃഷ്ടിക്കുന്നത്, നിങ്ങളാണ് സംരക്ഷിക്കുന്നത്, നിങ്ങളെല്ലാം എല്ലാം നടത്തുന്നത്, നിങ്ങൾക്കൊക്കെ സാധിക്കുമെന്ന്. ഇവരുടെ ചോദ്യത്തിന് മുമ്പിൽ അദ്ദേഹത്തിന് മറുപടി പറയാൻ സാധിച്ചില്ല. എത്ര ആണുങ്ങളുണ്ട്, എത്ര ജീവനുള്ളതുണ്ട്, എത്ര ചത്തുപോയതുണ്ട് എന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നിരീശ്വരവാദങ്ങളും യുക്തിവാദ പ്രസ്ഥാനങ്ങളുമെല്ലാം വിശ്വാസത്തിന്റെ മുമ്പിൽ പതറിപ്പോവുകയാണ്. ശക്തമായ വിശ്വാസമാണ് പ്രാർത്ഥനയുടെ അടിത്തറ. നമുക്ക് അല്ലാഹുവിൽ വിശ്വാസം വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് എന്ന ബോധം വേണം. അതുപോലെ മനുഷ്യ ജീവിതം പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞതാണ്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ മനുഷ്യ ജീവിതത്തിൽ ആ പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ ഇറക്കി വെക്കുവാൻ ഉള്ള ഒരു അത്താണിയാണ് അല്ലാഹുവിലുള്ള വിശ്വാസം. അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസമാണ് എല്ലാ രംഗത്തും ഒരു മനുഷ്യന് വേണ്ടത്. അവിടെയാണ് കൈകൾ അല്ലാഹുവിലേക്ക് ഉയരുന്നത്. നമ്മുടെ തീരുമാനം കൊണ്ടല്ല കാര്യങ്ങൾ നടക്കുന്നത്. കൈവിരലുകളൊന്ന് ചലിപ്പിക്കുവാൻ, അതൊന്ന് മടക്കുവാൻ, അതൊന്ന് നിവർത്തുവാൻ, മുന്നോട്ട് നടക്കുവാൻ, കാര്യങ്ങൾ ചെയ്യുവാൻ എല്ലാം അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള തൗഫീഖ് നമുക്ക് ലഭിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ എന്ന കൃത്യമായ ബോധ്യവുമാണ് നമ്മളെ പ്രാർത്ഥനകളിലേക്ക് നയിക്കുന്നത്. നമ്മുടെ ജീവിതം പ്രശ്നങ്ങളാൽ സജീവമാകുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ വന്നു മൂടുന്ന സന്ദർഭങ്ങളിൽ അല്ലാഹുവിലേക്ക്, അത്താണിയായി അല്ലാഹുവിനെ കണ്ട് ആ അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയിൽ സായുജ്യമടയുന്നവനാണ് വിശ്വാസം. وَلَقَدْ خَلَقْنَا الْإِنسَانَ وَنَعْلَمُ مَا تُوَسْوِسُ بِهِ نَفْسُهُ وَنَحْنُ أَقْرَبُ إِلَيْهِ مِنْ حَبْلِ الْوَرِيدِ وَلَقَدْ خَلَقْنَا الْإِنسَانَ
മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് നമ്മൾ അറിയുന്നു. അവന്റെ ജീവനാഡിയേക്കാൾ അവനോട് നാം അടുത്തവനാകുന്നു. ആ റബ്ബിനെ കുറിച്ചുള്ള ഉറച്ച വിശ്വാസത്തിൽ പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളെ അല്ലാഹുവിന്റെ മുമ്പിൽ ഇറക്കി വെക്കാൻ നമുക്ക് സാധിക്കും. ലോകത്ത് മാതൃകയായി വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്നത് അമ്പിയാക്കളുടെ ജീവിതമാണ്. അമ്പിയാക്കൾ പ്രശ്നങ്ങളിൽ അകപ്പെട്ടപ്പോൾ, പ്രയാസങ്ങളിൽപ്പെട്ടപ്പോൾ ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാനിടയുള്ള എന്തൊക്കെ പ്രതിസന്ധികളുണ്ടോ ആ പ്രതിസന്ധികളെല്ലാം അവർ രക്ഷയായി, അവർ തുണയായി, അവർ അവലംബമായി കണ്ടത് അല്ലാഹുവിനെയായിരുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആദർശ പിതാവായ പ്രവാചകൻ, അദ്ദേഹത്തിന് ഏറെ പ്രായമായിട്ടാണ് ഒരു സന്താനം ഉണ്ടാവുന്നത്. പ്രതീക്ഷയോടെ, ആഗ്രഹത്തോടെ, നിരന്തരമായി അദ്ദേഹം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചതായിട്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ എനിക്ക് സ്വാലിഹായ ഒരു സന്താനത്തെ നൽകണേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. നിരന്തരമായ ആ പ്രാർത്ഥനയിലൂടെ അല്ലാഹു അദ്ദേഹത്തിന് സന്താനത്തെ നൽകി. പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അദ്ദുആ, ദുആ എന്ന അറബിയിൽ പറയുന്ന, മലയാളത്തിൽ നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്ന ആ ദിവ്യ ഔഷധം സത്യത്തിൽ സിലാഹുൽ മുഅ്മിൻ, വിശ്വാസിയുടെ ആയുധമാണ്. വിശ്വാസിയുടെ അതിശക്തമായ ആയുധമാണ്. ആ ആയുധം അവനുണ്ടായിരിക്കെ അവനൊന്നും ഭയപ്പെടേണ്ടതില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിരന്തരമായി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് നാം വിവേകശാലിയായ, പക്വമതിയായ ഒരു സന്താനത്തെ നൽകി. അപ്പോൾ സന്താനം ലഭിക്കുവാൻ ഏതെങ്കിലും ജാറങ്ങളിലേക്കോ, മക്ബറകളിലേക്കോ, ദർഗകളിലേക്കോ, പുണ്യമെന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്കോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കോ അല്ല നമ്മൾ അവലംബമാക്കേണ്ടത്. മറിച്ച് രക്ഷിതാവായ അല്ലാഹുവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. സൂറത്ത് സോഫാത്തിലൂടെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തിലൂടെ. സക്കരിയ നബി അലൈഹിസ്സലാം, അതേ ചരിത്രം, അതേ സംഭവം. സക്കരിയ നബി അലൈഹിസ്സലാമക്ക് ഏറെ പ്രായമായി, 126ഓളം വയസ്സ് എന്ന് ചില ചരിത്രകാരന്മാർ രേഖപ്പെട്ട് കിടക്കുന്നു. ചില ആളുകൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് 96 വയസ്സായി എന്ന് പറയുന്നുണ്ട്. ഒരു സന്താനത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ വാർദ്ധക്യമേറെയായി, ജരാനരകൾ ബാധിച്ചു, മുടി നരച്ച് അതിന്റെ വെളുപ്പ് കണ്ടു തുടങ്ങി. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. നമ്മളൊക്കെ പല വിഷയങ്ങൾക്കും ചോദിക്കാൻ ഒരു മടി കാണിക്കുന്ന ചില ആളുകളുണ്ട്. അല്ലാഹുവോട് ചോദിക്കണം. നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക, നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഉത്തരം കിട്ടും. ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി, എനിക്കുത്തരം കിട്ടണമെന്ന ദൃഢമായ ബോധ്യത്തോടുകൂടി
എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങോട്ട് സമർപ്പിക്കണം. ബാക്കിയുള്ളതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ഏത് മഹാനായിക്കൊള്ളട്ടെ, മഹതിയായിക്കൊള്ളട്ടെ, അവരെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ഏറെ പ്രതീക്ഷയോടെ ദീർഘകാലം സക്കരിയ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. പദങ്ങൾ പോലും നമ്മൾ വേറെ തിരഞ്ഞെടുക്കേണ്ടതില്ല, അതേ പദങ്ങൾ മതി. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. അല്ലാഹുവേ, എനിക്ക് നീ നല്ലവനായ ഒരു സന്താനത്തെ നൽകണേ. ഇന്നക സമീഉദ് ദുആ. തീർച്ചയായും നീ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. മറിയം ബീവി അവർ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുപാടിൽ അവിടെ ജീവിക്കുകയും അവർക്ക് ഇഷ്ടം പോലെ സുഭിക്ഷമായി അല്ലാഹു ഭക്ഷണം നൽകുകയും ചെയ്ത ഒരു സന്ദർഭത്തിൽ, ശൈത്യകാലത്തും ഉഷ്ണകാലത്തും വ്യത്യാസമില്ലാതെ ഭക്ഷണം കിട്ടിയ ഒരു സന്ദർഭത്തിൽ മറിയമിനോട് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്, യാ മറിയമു അന്നാ ലകി ഹാദാ. ഓ മറിയമേ, നിനക്ക് എവിടുന്ന് കിട്ടിയതാണ് ഈ ഭക്ഷണം? പ്രത്യേകമായ അല്ലാഹുവിന്റെ കറാമത്തിന്റെ ഭാഗമായി മറിയം ബീവിക്ക് സുഭിക്ഷമായി അവിടുത്തെ മസ്ജിദുൽ അഖ്സയിലേക്ക് ഭക്ഷണം എത്തുന്നു. ഇത് ആരെങ്കിലും പറഞ്ഞ നാടൻ കഥയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയമിന്റെ മുമ്പിൽ സുഭിക്ഷമായ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു. ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ഹുവ മിൻ ഇൻദില്ലാഹ്, അത് അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള ഭക്ഷണമാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകുന്നവനാണ് എന്ന് മറിയം ബീവി അല്ലാഹുവിനെ പറ്റി സക്കരിയ നബി അലൈഹിസ്സലാമയോട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ആ സമയത്താണ് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ, മറിയമേ എനിക്കൊരു കുഞ്ഞിനെ തന്നെ എന്നല്ല, മറിയമിന് ഭക്ഷണം നൽകിയ അല്ലാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ എനിക്കൊരു സന്താനത്തെ നൽകണമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഒരു സന്താനത്തെ നൽകി. അദ്ദേഹത്തിന് നൽകിയ സന്താനത്തിന്റെ പേര് ഖുർആൻ പറയുന്നത് യഹ്യ എന്നാണ്. ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ. യഹ്യ എന്ന ഒരു പേര് മുമ്പ് ആർക്കും നമ്മൾ നൽകിയിട്ടില്ല. അത്രമാത്രം നല്ലവനായ, പിന്നീട് ഒരു പ്രവാചകനായി തീർന്ന യഹ്യ നബി അലൈഹിസ്സലാം സക്കരിയ നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ്. നമ്മൾ മനസ്സിലാക്കണം, റമദാനിൽ ഇത്രയും സമയം, ഇത്രയും ദിവസങ്ങൾ നമ്മൾ പിന്നിട്ട് പോയത്, എത്രമാത്രം നമ്മൾ അല്ലാഹുവിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു, ഹൃദയത്തിൽ തട്ടി, മനസ്സിന്റെ അന്തരാളത്തിൽ നിന്ന്. നമുക്കെല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. വ്യക്തിപരമായ പ്രശ്നങ്ങൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, സാമൂഹ്യമായ പ്രശ്നങ്ങൾ, അതേപോലെ മുസ്ലിം സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കപ്പെടണ്ടേ? എല്ലാത്തിനും ഒരു അറുതി വേണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നേരെ കൺതുറക്കണ്ടേ? ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കണ്ടേ? എന്ത് ചെയ്യണം? അല്ലാഹുവിനോട് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ. മുഹമ്മദ് നബിയെ, എന്റെ അടിമകൾ നിന്നോട് എന്നെ പറ്റി ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ ഏറ്റവും അടുത്തവനാണെന്ന് താങ്കൾ പറഞ്ഞേക്കുക. ചില ആളുകളൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതെ ശൈഖന്മാരോടും തങ്ങന്മാരോടും ബീവിമാരോടും ഒക്കെ പ്രാർത്ഥിക്കുന്നത്, അവിടങ്ങളിൽ പോയി
സങ്കടങ്ങൾ അർപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ, അള്ളാഹു എന്ന് പറഞ്ഞാൽ വലിയ ഒരു ശക്തിയാണ്. നേരിട്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ കഴിയില്ല. അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനോടുള്ള നന്ദികേടാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. എന്നിട്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാർ, മഹത്തുക്കൾ, ഔലിയാക്കൾ, അവരോട് പ്രാർത്ഥിച്ച് അവരുടെ ഹക്ക് കൊണ്ടും ജാവ് കൊണ്ടും ബർക്കത്ത് കൊണ്ടുമൊക്കെ ദുആ ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. റമദാൻ നോമ്പൊക്കെ നോറ്റ്, നോമ്പ് തന്നെ തൗഹീദുള്ളവർക്കാണെന്ന് വേറെ വിഷയം. യാ അയ്യുഹല്ലദീന ആമനൂന, ഈമാനുള്ളവരെ, തൗഹീദുള്ളവരെ, കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമായിരിക്കും. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി. ഇനിയിപ്പോ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതെ തന്നെ വെക്കാം. റമദാൻ 17 ആവുമ്പോൾ അതിന് കഥ മാറി. റമദാൻ 17 ആവുമ്പോ സൃഷ്ടികളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ബദരീങ്ങൾ ആണ്ടും അതിന്റെ ഫുഡും അതിന്റെ സംഭവങ്ങളും ഒക്കെ സമൂഹത്തിൽ അരങ്ങേറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. ബദരീങ്ങൾ ഇവിടെ വിഷയം വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ആ വിഷയം. ബദരീങ്ങൾ ആരോടാണ് ദുആ ചെയ്തത്? ബദരീങ്ങൾ ദുആ ചെയ്തത് അല്ലാഹുവിനോട് മാത്രമായിരുന്നു. പക്ഷേ നമ്മുടെ ചില ആളുകൾ ഇപ്പോഴും ബദരീങ്ങളോടാണ് ദുആ ചെയ്യുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്, വഇദാ സഅലക ഇബാദി അന്നി, എന്റെ അടിമകൾ മുഹമ്മദ് നബിയെ നിന്നോട് എന്നെ പറ്റി ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ അവനോട് ഏറ്റവും അടുത്തവനാണെന്ന് പറഞ്ഞേക്കുക. അല്ലാഹുവിന്റെ സൃഷ്ടികളോടെല്ലാം അല്ലാഹു ഏറെ അടുത്തവനാണ്. പിന്നെ അല്ലാഹുവിനെ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി അല്ലെങ്കിൽ പരിചയപ്പെടുത്തി വേറൊരാൾ അടുപ്പിക്കേണ്ടതില്ല. ഏതെങ്കിലും ഒരു മഹാനോ മഹദിയോ ശൈഖോ അല്ലെങ്കിൽ ബീവിയോ ഒന്നും അല്ലാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ നാം സൃഷ്ടിച്ചു, വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് നമ്മൾ അറിയുന്നവനാണ്. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, ജീവനാഡിയേക്കാൾ, നിങ്ങളുടെ ജീവനാഡിയേക്കാൾ നിങ്ങളോട് നാം അടുത്തുള്ളവനാണ്. ഈ അല്ലാഹുവിലുള്ള ശക്തമായ വിശ്വാസമാണ് പ്രാർത്ഥനയിലൂടെ പുറത്തു വരുന്നത്. എല്ലാം ശരിയാവും, എല്ലാം നന്നാവും, എല്ലാ പ്രയാസങ്ങളും നമ്മളിൽ നിന്ന് ഇല്ലാതാവും, കാർമേഘങ്ങൾ ഇല്ലാതായി പോവും, പർവ്വതങ്ങൾ പോലും അതിന്റെ സ്ഥാനത്തിൽ നിന്ന് ഒരുപക്ഷെ തെറ്റിക്കപ്പെടും. വിധിയെപ്പോലും ഇല്ലാതാക്കാൻ ശക്തമായ ആയുധമാണ് പ്രാർത്ഥന. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് മുമ്പിൽ പഠിപ്പിക്കപ്പെടുന്നത് പ്രയാസമുള്ളവരുടെ, പ്രയാസങ്ങൾ സംഭവിച്ചവരുടെ ചരിത്രമാണ്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗം കൊണ്ട് അദ്ദേഹം ബുദ്ധിമുട്ടി. മുമ്പ് അദ്ദേഹം വലിയ സമ്പന്നനായിരുന്നു. നമ്മൾ വലിയ സമ്പന്നനാണെന്ന് വിചാരിക്കുക. ആദ്യം ഓരോരോ മക്കൾ ഇങ്ങനെ മരിച്ചു പിരിയുന്നു. നമ്മളേറെ സ്നേഹിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന മക്കൾ നമ്മുടെ കൺമുമ്പിൽ നിന്ന് വിട പറയുന്നു. പിന്നീട് സ്വത്തുക്കളെല്ലാം നശിക്കുന്നു, സ്വത്തുക്കൾ ഇല്ലാതായി തീരുന്നു. പിന്നീട് ശരീരത്തിലേക്ക് അസുഖം വരുന്നു. പതറിപ്പോവുകയില്ലേ നമ്മൾ? വിറച്ചു പോവുകയില്ലേ? പകച്ചു നിന്നു പോവുകയില്ലേ? അയ്യൂബ് നബി അലൈഹിസ്സലാം എന്താണ് ചെയ്തത്? അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും, ഭാര്യ വീടുകളിൽ ജോലിക്ക് പോയി എന്നാണ്, വീടുകളിലേക്ക് ജോലിക്ക് പോയി, അതുകൊണ്ട് കിട്ടുന്ന പണം കൊണ്ട് അയ്യൂബ് നബി അലൈഹിസ്സലാമയെ സംരക്ഷിച്ചു. ചില സ്ഥലങ്ങളിൽ കാണാം, അവർ അവരുടെ മുടി വിറ്റ് അതിന്റെ പണം കൊണ്ട് പോലും അയ്യൂബ് നബി അലൈഹിസ്സലാമയെ ചികിത്സിച്ചു. വളരെ പ്രയാസപ്പെട്ടു. ഒരു ദിവസം അദ്ദേഹം ഭാര്യയുടെ മുടി നോക്കുമ്പോൾ മുടിയില്ല, തട്ടം പെട്ടെന്ന് മാറിയപ്പോൾ മുടിയില്ല. അത്രമാത്രം
ഒരു അവസ്ഥയിൽ. എന്നിട്ടും അള്ളാഹുവിന് അദ്ദേഹം കൈവിട്ടില്ല. അള്ളാഹുവിൽ അദ്ദേഹം നിരാശനായില്ല. അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയുടെ ഭാഗമായി ഒരിക്കൽ അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ മുഖ്തസലും ബാരിദും വശറാബ്, അതാ അയ്യൂബ്, ഇവിടെ തണുത്ത നീ കുളിക്കുന്ന ആ ജലമുണ്ടല്ലോ, ആ വെള്ളം തലയിലേക്ക് നീ ഒഴിക്കുക. ബാരിദുൻ വശറാബ്, തണുത്ത വെള്ളമാണത്. ഉർക്കുദ് ബിരിജ്ലിക്, നീ ചവിട്ടിയ സ്ഥലത്ത് ഒന്നുകൂടി ഉറപ്പിച്ച് നീ ചവിട്ടുക. അവിടെ ഉറവുണ്ടാവും. ആ ഉറവിൽ നിന്ന് അദ്ദേഹം പെട്ടെന്ന്, അത്ഭുതമെന്ന് പറയട്ടെ, പെട്ടെന്ന് ഒരു ഉറവ അവിടെ രൂപമെടുത്തതിൽ നിന്ന് അദ്ദേഹം കുളിച്ചു. അദ്ദേഹം ഏറ്റവും സൗന്ദര്യമുള്ളവനായി മാറി. കുളി കഴിഞ്ഞ് ഭർത്താവിനെ കൂട്ടാൻ വേണ്ടി വന്ന ഭാര്യ ചോദിച്ചു, നിങ്ങൾ അയ്യൂബിനെ കണ്ടോ? അപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാം പറയാ, ഞാൻ തന്നെയാണ് അയ്യൂബ്. പെട്ടെന്ന് മാറുകയാണ്, അന്തരീക്ഷം പെട്ടെന്ന് ചേഞ്ച് ആവുകയാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാമയുടെ നിരന്തരമായ ക്ഷമയുടെ, സഹനത്തിന്റെ, പ്രാർത്ഥനയുടെ ഫലമായിരുന്നു അത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. വഅയ്യൂബ ഇദ് നാദാ റബ്ബ. ചില ഡോക്ടർമാരൊക്കെ ഉണ്ട്, അവര് പറയും ഇതിന് ഡോക്ടറല്ല ചികിത്സിക്കേണ്ടത്, ഇതിന് വേറെ ചില സ്ഥലങ്ങളിൽ പോയി നോക്കണം. എന്താ? തൗഹീദില്ലാത്ത ഡോക്ടർമാരാ. അങ്ങനെ ഒരു സംഭവമല്ല. രോഗം മരുന്നുകൊണ്ട് ചികിത്സിക്കുക, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇതിനാദാ റബ്ബ, റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം. അന്നീ മസ്സനിയൽ ദുർറു, അല്ലാഹുവേ എനിക്ക് പ്രയാസം ബാധിച്ചിട്ടുണ്ട്. വഅൻത അർഹമുർ റാഹിമീൻ, നീയാണല്ലോ കരുണ ചെയ്യുന്നവരിൽ ഏറെ കരുണ ചെയ്യുന്നവൻ. ആ അള്ളാഹുവിന്റെ കാരുണ്യത്തെ നമ്മൾ പ്രതീക്ഷിക്കണം. നമസ്കാരത്തിന് ശേഷം കൊണ്ട് എഴുന്നേറ്റ് പോകലാണ്, ഒന്നും ദുആ കൂടില്ല. ഇമാമ് ദുആ ചെയ്യുന്ന സമയത്ത് ചില സ്ഥലത്തൊക്കെ ഇമാമ് ദുആ ചെയ്യുന്ന പള്ളികൾ ഉണ്ടാവും. അവിടെ ഇമാമ് ശ്വാസം വിടുമ്പോ ആമീൻ 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 എന്ന് പറയും. എന്നാൽ അവർക്കോ പ്രാർത്ഥന അറിയില്ല, പല കാര്യങ്ങളും പഠിച്ചിട്ടില്ല. സഹോദരന്മാരെ, ഇത് മതി. അർഹമുർ റാഹിമായ റബ്ബേ, എന്റെ പ്രശ്നങ്ങളിൽ എനിക്ക് നീ എല്ലാ അർത്ഥത്തിലും ഒരു തുറസ്, ഒരു പോംവഴി എനിക്ക് നീ ഉണ്ടാക്കി തരണേ എന്ന് നിരന്തരമായി നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഒരിക്കലും ഒരു കാരണവശാലും ആ പ്രാർത്ഥന തട്ടിപ്പോവുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെയാണ് പ്രവാചകന്മാർ നമുക്ക് മാതൃകയാവേണ്ടത്. എപ്പോഴും നിരന്തരമായി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രശ്നങ്ങളിൽ, നമ്മുടെ പ്രശ്നങ്ങളിൽ എല്ലാ അർത്ഥത്തിലും ഒരു സമാധാനം കണ്ടെത്താൻ നമുക്ക് സഹോദരന്മാരെ സാധിക്കണം. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട ആ പ്രവാചകൻ, വിജനപ്രദേശത്ത് എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ വിജനപ്രദേശമില്ല, ആളുകൾ ആരും സഹായിക്കാനില്ല, അതിശക്തമായ ആ സമുദ്രത്തിന്റെ ഇരുട്ട്, മത്സ്യത്തിന്റെ വയറ്റിലെ ഇരുട്ട്, രാത്രിയുടെ ഇരുട്ട്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹുവിൽ നിരാശനായില്ല. വദന്നൂനി ദഹബ മുഗാദിബൻ ഫظن അൻ ലൻ നഖ്ദിർ അലൈഹി. തന്റെ സമൂഹത്തിൽ നിന്ന് പ്രബോധനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പ്രവാചകൻ ആ ആളുകൾ നന്നാവുന്നില്ല എന്ന് മനസ്സുകൊണ്ട് ഒരു നിരാശ പ്രകടിപ്പിച്ച് അല്ലാഹുവിന്റെ നിർദ്ദേശമില്ലാതെ അദ്ദേഹം നാടുവിട്ട് ഒരു കപ്പലിൽ യാത്ര ചെയ്യേണ്ട ഒരവസ്ഥ വന്നപ്പോൾ കപ്പിത്താൻ നിർദ്ദേശിച്ചു, നറുക്കിട്ടപ്പോൾ പലപ്പോഴും നറുക്ക് വീഴുന്നത് യൂനുസ് നബി അലൈഹിസ്സലാമക്കാണ്. യൂനുസ് നബി അലൈഹിസ്സലാമയെ കടലിലേക്ക് എടുത്തെറിയപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹം കടലിലേക്ക് ചാടി. ഖുർആൻ അത് പറയുന്നുണ്ട്. സൂറത്തു സ്വാഫാത്തിൽ ആ സംഭവം വിശദീകരിക്കുന്നുണ്ട്. ഫസാഹമ
ഫകാന മിനൽ മുദ്ഹലീൻ. നറുക്കിട്ട സമയത്ത് പലപ്പോഴും യൂനുസ് നബി അലൈഹിസ്സലാമയായിരുന്നു നറുക്ക് വീണത്. അങ്ങനെ അദ്ദേഹം ഫൽതഖമഹുൽ ഹൂതു, വലിയ ഒരു മത്സ്യം, ഒരു തിമിംഗലം അദ്ദേഹത്തെ വിഴുങ്ങി. അങ്ങനെ തിമിംഗലത്തിന്റെ വയറ്റിൽ വെച്ച് യൂനുസ് നബി അലൈഹിസ്സലാം ആരും സഹായിക്കാനില്ലാത്ത ഒരു സന്ദർഭത്തിൽ ഫനാദാ ഫിൽ ദുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഫനാദാ ഫിൽ ദുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത, അന്ധകാരങ്ങളിൽ പ്രാർത്ഥിക്കുന്ന യൂനുസ്, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ ഒരു ഇലാഹില്ല, സുബ്ഹാനക നീ എത്രമാത്രം പരിശുദ്ധനാണ്, ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോയി. യൂനുസ് നബി അലൈഹിസ്സലാം നിരന്തരമായി പ്രാർത്ഥിച്ചു. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഫലമായി മത്സ്യം അദ്ദേഹത്തെ കരയിലേക്ക് തുപ്പിക്കളഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടി നാം ആ സമുദ്രത്തിന്റെ തീരത്ത് ഒരു പ്രത്യേകമായ ഒരു വൃക്ഷം നാം ഉൽപ്പാദിപ്പിച്ചു. യഖ്തീൻ എന്ന് പറയുന്ന ഒരുതരം ചുലങ്ങ രൂപത്തിലുള്ള ഒരു വൃക്ഷം അദ്ദേഹത്തിന് നാം ഉൽപ്പാദിപ്പിച്ചു. അതിന്റെ തണൽ കൊണ്ട് അവിടുത്തെ വെള്ളം കുടിച്ച് അദ്ദേഹം വളരെ ഊർജ്ജസ്വലനായി. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യൂനുസ് ഇബ്നു മത്ത എന്ന് പറയുന്ന പ്രവാചകനേക്കാൾ ശ്രേഷ്ഠനാണ് ഞാനെന്ന് നിങ്ങൾ ആരും പറയേണ്ട, യൂനുസ് ഇബ്നു മത്തയേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് രക്ഷ കിട്ടിയത്? അദ്ദേഹം അള്ളാഹുവിന്റെ പ്രയാസകരമായ സന്ദർഭത്തിലും സന്തോഷമുള്ള സന്ദർഭത്തിലുമെല്ലാം അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യുന്ന ആളായിരുന്നു. എന്നിട്ട് അദ്ദേഹം വീണ്ടും നീനവ എന്ന പ്രദേശത്തേക്ക്, അദ്ദേഹത്തിന്റെ സമൂഹത്തിലേക്ക് തിരിച്ചു ചെല്ലുകയാണ്. അദ്ദേഹം അവരെ തൗഹീദിലേക്ക് വീണ്ടും ക്ഷണിച്ചു. ഫഅർസൽനാഹു ഇലാ മിഅത്തി അൽഫിൻ ഔ യസീദൂൻ. അങ്ങനെ അവർ വിശ്വാസികളായി. അദ്ദേഹം വന്നപ്പോൾ തന്നെ അവരുടെ മനസ്സ് ബേജാറായിട്ടുണ്ട്. അവരെല്ലാവരും, മനുഷ്യരും അവിടെയുള്ള ജന്തുക്കളും എല്ലാം വിജനമായ ഒരു പ്രദേശത്ത് നിന്ന് പ്രാർത്ഥിക്ക പോലുണ്ടായിട്ടുണ്ട്. പിന്നീട് യൂനുസ് നബി അലൈഹിസ്സലാം തിരിച്ചു ചെന്നപ്പോ അവർ വിശ്വാസികളായി മാറി. അവർ 1,00,000 ആളുകൾ ഉണ്ടായിരുന്നു. ഔ യസീദൂൻ, അല്ല അതിനേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, വിശ്വാസികളല്ലാത്ത ആളുകളുടെ കയ്യിൽ ഉള്ള ഒരു ആയുധമാണ് വിശ്വാസിയുടെ കയ്യിലുള്ളത്. അതെന്താണ്? അത് ദുആയാണ്, അല്ലാഹുവിനോടുള്ള ദുആയാണ്. ഒരിക്കലും നഷ്ടമാവുകയില്ല. ഒന്നുകിൽ ദുനിയാവിൽ വെച്ച് നമ്മൾ ചോദിച്ചത് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ അത് കാരണമായി എന്തെങ്കിലും ദുരന്തത്തെ അല്ലാഹു നമുക്ക് തടുക്കും, അല്ലെങ്കിൽ പരലോകത്ത് നമുക്കതിന്റെ പ്രതിഫലം ലഭിക്കും. സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്നാ ഞങ്ങൾ ദുആ അധികരിപ്പിക്കും, അല്ലാഹു യുക്സിർ, അല്ലാഹു എന്നാ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സഹോദരന്മാരെ, ഏറ്റവും പ്രധാനമായി 5 വക്ത് നമസ്കാരത്തിന് ശേഷം, അതേപോലെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, വെള്ളിയാഴ്ചയുടെ ദിവസം, ഇങ്ങനെ പ്രത്യേകമായി എടുത്തു പറഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥനയിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ നമുക്ക് സഹോദരന്മാരെ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹുവുമായിട്ട് നമ്മൾ അടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. വഖാല റബ്ബുകും, നിങ്ങളുടെ രക്ഷിതാവ് പറയുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് വിളിച്ചു പ്രാർത്ഥിക്കുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ആരാധിക്കുന്നതിൽ നിന്ന് അഹങ്കാരം കാണിക്കുന്നവർ,
അപ്പോൾ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരും അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ അഹങ്കാരം കാണിക്കുന്നവരും സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, ഏറ്റവും നിന്ദ്യരായി നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. അപ്പൊ സഹോദരന്മാരെ, ഈ സത്യം ഇതാണ് സത്യത്തിൽ തൗഹീദ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന സമീആയ, എല്ലാം കേൾക്കുന്നവനായ, ഖരീബായ, നമ്മളോട് ഏറ്റവും അടുത്തവനായ, മുജീബായ, എല്ലാത്തിനും ഉത്തരം ചെയ്യുന്നവനായ ആ രക്ഷിതാവിലുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മൾ ദുആ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിൽ സാമൂഹ്യമായി നിലനിൽക്കുന്ന ഓരോ പ്രശ്നങ്ങളും എടുത്തു പറഞ്ഞ് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തി നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കണം. വല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു വബനി ആദമു ഹീന യുസ്അലു യഗ്ളബു. ആളുകളോട് ചോദിച്ചാൽ ഒരു വട്ടം ചോദിച്ച്, രണ്ടാമത്തെ വട്ടം ചോദിച്ച്, മൂന്നാമത്തെ വട്ടം ചോദിച്ചാൽ പറയും ഇന്നലെയും വന്നു, മിനിഞ്ഞാന്ന് വന്നാണ്, ഇന്നും നേരം വെളുത്തിട്ട് പിന്നെയും വന്നു. ദേഷ്യം, ചൂടാവും. അല്ലാഹു ആണെങ്കിലോ വല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു, അടിമ പ്രാർത്ഥന ഉപേക്ഷിച്ചാൽ അല്ലാഹുവിന് വലിയ ദേഷ്യമാണ്. എത്ര കണ്ട് ചോദിക്കുന്നുവോ അത്ര കണ്ട് അല്ലാഹുവിന് ഇഷ്ടമാണ് നമ്മളോട് പ്രിയം, നമ്മളോട് സ്നേഹം. നമ്മളുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സുജൂദിലാകുമ്പോഴും നമ്മൾ നമസ്കാരത്തിലാകുമ്പോഴും കണ്ടോ, എന്റെ അടിമ എന്നോട് പ്രാർത്ഥിക്കുന്നവനാണവൻ, അവന് ഞാൻ നൽകും. സ്വർഗം അവൻ കണ്ടിട്ടുണ്ടോ? മലക്കുകളോട് ചോദിക്കുകയാണ്. അല്ലാഹുവിനോട് മലക്കുകൾ പറയാ, സ്വർഗം കണ്ടിട്ടില്ല. സ്വർഗം കാണാതെ അവർ സ്വർഗത്തെ ചോദിക്കുകയോ എങ്കിൽ ഞാൻ അവർ സ്വർഗം നൽകും. നരകം അവർ കണ്ടിട്ടുണ്ടോ? നരകം അവർ കണ്ടിട്ടില്ല എങ്കിൽ അവർക്ക് ഞാൻ നരകത്തിൽ നിന്ന് രക്ഷ നൽകും. സഹോദരന്മാരെ, നിരന്തരമായി ഇത്തരം ഉപദേശങ്ങൾ, വിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം. പരമപ്രധാനമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനാണ്. വമിനൻ നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. വമിനൻ നാസി, ജനങ്ങളിലുണ്ട്, മൻ യഖൂലു, അവർ പ്രാർത്ഥിക്കുന്നു, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ, അല്ലാഹുവേ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നൽകണേ. ദുനിയാവിൽ മക്കളെ നൽകണം, ദുനിയാവിൽ പണം നൽകണം, വലിയ വീട് വേണം, സൗകര്യങ്ങൾ വേണം, മക്കൾക്ക് ജോലി വേണം, മറ്റു വലിയ വലിയ കാര്യങ്ങളെല്ലാം വേണം എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. ദുനിയാവിന്റെ കാര്യം മാത്രം ചോദിക്കുന്നവർ. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, ആഖിറത്തിൽ അവർക്ക് യാതൊരു ഓഹരിയുമില്ല. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എന്നാൽ പ്രാർത്ഥന ഏതുകൂടി ഉൾപ്പെടണം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവിൽ ഹസനത്ത് നൽകണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും ദുനിയാവിൽ കിട്ടിയ ഹസനത്ത് എന്താ? നല്ലൊരു വീടോ സൗകര്യങ്ങളോ ഒന്നും അവർക്കില്ല. വഫിൽ ആഖിറതി ഹസനതൻ, ആഖിറത്തിൽ ഹസനത്ത് നൽകണേ. മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു അൽ ജന്ന, ആഖിറത്തിൽ കിട്ടേണ്ട ഹസനത്ത് ജന്നത്താണ്. വഖിനാ അദാബന്നാർ, നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ. ഇതായിരിക്കണം വിശ്വാസികളുടെ ഏറ്റവും പ്രധാനമായ പ്രാർത്ഥന. ആ രൂപത്തിൽ പ്രാർത്ഥനയിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുന്ന, അമലുകൾ ഏറെ വർദ്ധിപ്പിക്കുന്ന, അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി ഏറെ ആഗ്രഹത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും അള്ളാഹു നമുക്ക് പുറത്തേറുമാറാവട്ടെ. റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷിയാവുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗ്ഗലോകത്തെത്തിപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വരുമാനങ്ങളിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രാർത്ഥിച്ച് 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 ദുആ ചെയ്ത് അള്ളാഹുവിനോട് സ്വർഗം വാങ്ങാൻ, ആ രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, തഖ്വ ജീവിതത്തിന്റെ എല്ലാ അർത്ഥത്തിലും നിലനിർത്തുവാൻ
അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുവാൻ, ആ രൂപത്തിൽ എല്ലാ മേഖലകളും സംശുദ്ധമാക്കുവാൻ, പ്രാർത്ഥിച്ചുകൊണ്ട് ഉത്തരം കിട്ടുന്ന യോഗ്യത ഉള്ളവരായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അമ്പിയാക്കളുടെ കൂടെ, ഔലിയാക്കളുടെ കൂടെ, സുദ്ദീഖുകളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ, മഹാന്മാരായ ആളുകളുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുവേണ്ടി അമൽ ചെയ്യുവാൻ, റമദാനിനെ ഉപയോഗപ്പെടുത്തുവാൻ, റമദാനിനെ അമലുകൾ കൊണ്ട് ധന്യമാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في فلسطين يا رب العالمين. اللهم انصر المسلمين في غزة. اللهم انصر المسلمين في غزة. اللهم انصر المسلمين في غزة يا رب العالمين. اللهم انصر المسلمين خاصة في الهند يا رب العالمين. اللهم انصر المسلمين في الهند يا رب العالمين. اللهم دمر أعداءنا وأعداء الدين وأعداء المسلمين وأعداء الموحدين. اللهم ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا وسائر أعمالنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وارحمنا يا الله إنك أنت أرحم الراحمين. واغفر لنا إنك أنت غافر المذنبين. آمين 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 برحمتك يا أرحم الراحمين. والصلاة والسلام على أشرف المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله. നേരത്തെ